ശിക്ഷയായിരിക്കും സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും സ്തുതിയായിരിക്കും. ഒന്ന് ചിരിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം സ്തുതി കൊടുക്കാം. വിശ്വംശയായിരിക്കും സ്തുതിയായിരിക്കും. ഒത്തിരി വലിയ കാര്യങ്ങളൊന്നല്ല എങ്കിലും നിങ്ങളധികം ബോറടിപ്പിക്കാതെ കുറച്ച് സമയം കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കാം. ഞാൻ ഈ ചെറിയൊരു മൈക്രോഫോൺ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സാധാരണ രണ്ട് കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. നല്ല സൗണ്ട് വേണം, രണ്ടാമത് ആള് വേണം. ഇത് രണ്ടാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. എന്തായാലും ഇത് രണ്ടും ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ നടക്കാനിറങ്ങിയപ്പോൾ എല്ലാ ദിവസവും ഒരു യുവാവ് വീട്ടിൽ നിന്ന് നടന്നൊക്കെ വന്ന് വൈകുന്നേരം പള്ളിയുടെ ഈ മോട്ടറത്തില് പടിയിൽ ഇങ്ങനെ ഇരുന്ന് ആകാശം നോക്കി ഇങ്ങനെ ഇരുന്ന് കുറെ ചിന്തിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഞാനപ്പോ മിക്ക ദിവസം കാണാറുണ്ട്. ഞാനിങ്ങനെ അതിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരുന്ന് ചുമ്മാ കുറച്ചു നേരം ഫോണൊക്കെ എടുത്ത് പിടിക്കും. വെറുതെ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കും, ആരോടും സംസാരിക്കുന്നില്ല, ഒറ്റയ്ക്ക്. ഒരു ദിവസം ഞാൻ ഈ മകനോട് ഞാൻ ചോദിച്ചു, പള്ളിയിലൊക്കെ വരൽ കുറവാണ്. ഞാൻ ചോദിച്ച കാര്യം ഇങ്ങനെയാണ്, പള്ളിയിലൊക്കെ വരാറുണ്ടോ? അവൻ പറഞ്ഞു പള്ളിയിൽ വരാറില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ വൈകുന്നേരം ഇവിടെ വന്നിരിക്കുമ്പോ, ചിരിച്ചിട്ടാണ് ചോദിച്ചു, വൈകുന്നേരം ഇവിടെ വന്നിരിക്കുമ്പോ ഒന്ന് രാവിലേക്ക് എല്ലാ ദിവസവും ഒന്ന് പള്ളിയിൽ വന്നുകൂടെ? ഏകദേശം എന്നെക്കാളൊക്കെ ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ താഴെയുള്ള ഒരു നല്ല മിടുക്കനായ യുവാവ്. അവരെന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അവർ ചോദിച്ച ചോദ്യപ്രകാരമാണ്, പക്ഷെ ഞാൻ പള്ളിയിൽ വരാറില്ല. ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്രകാരം അവൻ ചോദിച്ചു, അച്ഛാ, നമ്മുടെ ഇടവകയില് ഇന്ന ആളുണ്ട്. ആ വ്യക്തിയുടെ പേര് എന്നോട് ചോദ്യം പറഞ്ഞു. ഈ വ്യക്തി അച്ഛൻ അറിയും? ഞാൻ പറഞ്ഞറിയാം. വർഷങ്ങളായിട്ട് നമ്മുടെ പള്ളിയിൽ പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, 8-9 വർഷമായി, 10 വർഷത്തിന്റെ താഴെ ഇത്രയും നാളായിട്ട് ഈ ചേട്ടന് മക്കളില്ല. എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്. പള്ളി എന്ത് ചോദിച്ചാലും, എന്ത് സഹായം ചോദിച്ചാലും ഏറ്റവും ആദ്യം കൊടുക്കുന്നത് ഈ വ്യക്തിയാണ്. എല്ലാ ദിവസവും ഈ ചേട്ടനും ഈ ചേട്ടന്റെ ഭാര്യയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്താ ദൈവം ഇതുവരെ ഇവർക്ക് ഒരു ഉത്തരം കൊടുക്കാത്തത്? അവൻ വല്ലപ്പോഴൊക്കെയാണ് പള്ളിയിൽ വരാറുള്ളത്. അവൻ ചോദിച്ച ചോദ്യം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചു, എത്രയോ കണ്ണുനീര് വാർത്ത് മെഴുകുതിരി കത്തിച്ച് ആൾക്കാർക്ക് മുമ്പില് പലപ്പോഴും ജീവിതത്തിൽ പല സമയങ്ങളും നാം ചെലവഴിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ. എന്നാലൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നമുക്ക് ഇത്രയും നാൾ കിട്ടാത്ത ഒരു നിയോഗമായിരിക്കാം, അനുഗ്രഹമായിരിക്കാം. എത്രയോ തവണ പ്രാർത്ഥിച്ചവരാണ് നമ്മളൊക്കെ. ഞാൻ അവനോട് ഒന്നും പറഞ്ഞില്ല, കാരണം അവന്റെ പ്രായം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവനോട് ചിരിച്ചിട്ട് പറഞ്ഞിടാ, ചോദ്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്, ഉത്തരം തരുന്ന ഒരാള് ഈശോ മാത്രമാണ്. ഞാൻ അവനോട് ഒരു കാര്യം പറഞ്ഞു, പള്ളിയിലൊക്കെ വന്നോളൂ, പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കണം, ഈശോ നിനക്ക് ഉത്തരം തരുന്ന ജീവിതത്തിൽ. സ്നേഹമുള്ളവരെ, ഇതിനുള്ള ഉത്തരം പഴയ നിയമത്തില് വളരെ മനോഹരമായിട്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക, സാമൂഹ്യം എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ചാണ്, ന്യായാധിപനെ കുറിച്ചാണ്. എനിക്ക് നിങ്ങളൊക്കെ നന്നായിട്ട് വചനം വായിക്കുന്നവരാണ്. നമുക്ക് സാമൂഹ്യ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നമുക്ക് കടന്നു വരാം. സാമൂഹ്യന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 4 പേരെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ 4 പേര് എന്ന് പറയുന്നത്, ഒന്നാമത് പറഞ്ഞു വെക്കുന്നത് ഏലി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്, ന്യായാധിപനെ കുറിച്ചാണ്. രണ്ടാമത് സാമൂഹ്യ എന്ന ന്യായാധിപനെ കുറിച്ച്, അടുത്തത് സാമൂഹ്യ എന്ന രാജാവിനെ കുറിച്ചും, അതിനുശേഷം ദാവീദ് എന്ന രാജാവിനെ കുറിച്ചാണ് സാമൂഹ്യത്തിന്റെ 2 പുസ്തകങ്ങളിലും പറഞ്ഞു വെക്കുന്നത്. ഈ സാമൂഹ്യ പ്രവാചകന്റെ അല്ലെങ്കിൽ സാമൂഹ്യ പുസ്തകത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇപ്രകാരമാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനവും ഫിലിസ്തീനും തമ്മിൽ നിരന്തരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കും. ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ടിരുന്നത് ന്യായാധിപന്മാരായിരുന്നു. സാമൂഹ്യ എന്ന ന്യായാധിപന്റെ ഏറ്റവും അവസാന കാലഘട്ടം
രാജാക്കന്മാർ വരുന്നതിന് മുമ്പ് ന്യായാധിപന്മാര് ഭരിച്ചിരുന്ന ഇസ്രായേൽ കാലഘട്ടത്തിൽ ഏറ്റവും അവസാന കാലഘട്ടത്തില് ഈ ജനം മനസ്സിലാവുകയാണ് ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്നുള്ളത്. ഈ രാജാവിനെ വേണമെന്ന് ഈ ജനം പറയുമ്പോൾ സാമൂഹ്യം ഒരിക്കലും പിന്മാറുന്നില്ല. കാരണം ഈ ലോകത്തിലെ ഏക രാജാവ് അത് ദൈവമാണെന്ന വിശ്വാസത്തോടെ സാമൂഹ്യം അത് സമ്മതിക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ തീരുമാനപ്രകാരം പിന്നീട് രാജാവിനെ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് സാമൂഹ്യ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ട് ന്യായാധിപന്മാർ, ഒന്ന് ഏലി, അതുപോലെ തന്നെ രണ്ടാമത് സാമൂഹ്യം. രണ്ട് രാജാക്കന്മാർ, അതായത് ദാവീദും സാമൂഹ്യം. ഇതിൽ ദൈവം സ്വീകരിക്കുന്ന രണ്ട് പേര്, അതിൽ രണ്ട് പേര് എന്ന് പറയുന്നത് ദാവീദ് എന്ന് പറയുന്ന രാജാവിനെയും സാമൂഹ്യം എന്ന് പറയുന്ന പ്രവാചകനെയാണ്. നമുക്ക് ബൈബിൾ പഴയ നിയമം വായിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാകും. ഏലിയുടെ ജീവിതത്തെ കുറിച്ച് പിന്നീട് അച്ഛൻ സംസാരിക്കും. അതുപോലെ തന്നെ സാമൂഹ്യന്റെ ജീവിതത്തെ കുറിച്ചും അച്ഛൻ പിന്നീട് സംസാരിക്കും. ഈ സാമൂഹ്യ പ്രവാചകന്റെ അധ്യായം ആരംഭിക്കുന്നത് വളരെ മനോഹരമായ ഒരു കുടുംബത്തെ കുറിച്ചാണ്. എൽക്കന്ന എന്ന് പറയുന്ന ഒരു കുടുംബം, എൽക്കന്ന എന്ന് പറയുന്ന ഒരു അപ്പൻ, ആ പുരുഷൻ അല്ലെങ്കിൽ അപ്പന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കഥ തുടങ്ങുന്നത് എഫ്രായിം എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ്. താമർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ജനിച്ച ഒരു വ്യക്തിയാണ് എൽക്കന്ന എന്ന് പറയുന്നത്. ഈ എൽക്കന്നയ്ക്ക് രണ്ട് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പെരിത്തായി, രണ്ട് ഹന്നായി. ഈ പെരിത്തായെ കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ വചനത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം മാണിക്യം എന്നുള്ളതാണ്. ഒന്ന് ചോദിക്കുക, ഒരു ഭർത്താവിന് ലഭിച്ച ഏറ്റവും വലിയ മാണിക്യമാണ് ഓരോ ഭാര്യമാരും. നിങ്ങൾക്കൊന്ന് ചിന്തിക്കുന്നതാണ്. നമ്മളൊക്കെ സ്വർണം ധരിക്കുന്നവരാണ്, പക്ഷേ പഴയ നിയമത്തിൽ വളരെ മനോഹരമായിട്ടാണ് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയ്ക്ക് ഇപ്രകാരം പേര് കൊടുത്തിരിക്കുന്നത്, പെനിത്ത, പെനിന്ന. പെനിന്നയുടെ അർത്ഥം എന്ന് പറയുന്നത് മാണിക്യം എന്നാണ്, മാണിക്യം. രണ്ടാമത്തെ ഭാര്യയുടെ പേര് ഹന്ന എന്നാണ്. ഹന്നയുടെ അർത്ഥം കൃപ എന്നാണ്. നമ്മളൊക്കെ ഈ ഹന്ന വെള്ളം കണ്ടിട്ടുണ്ടാകും. പലരൊക്കെ പറയുന്നത് ഹന്നാൻ വെള്ളം എന്നുള്ളതാണ്. തെറ്റാണ്. ഹന്നാൻ എന്ന് പറഞ്ഞാൽ അത് കൃപ എന്നാണ്, കൃപയുടെ വെള്ളം എന്നാണ് ഹന്നാൻ വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ ഈ പെനിന്നാൻ ഹന്നായും എന്ന് പറയുന്ന രണ്ട് ഭാര്യമാര് ഈ എൽക്കന്നായ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മക്കളെ, രണ്ട് ഭാര്യമാരുടെ പേരെന്താണ്? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു വന്നിട്ട് നിങ്ങളും ഉത്തരം പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ശരിയാവാം. 6 വർഷമായിട്ട് പ്രസംഗം പറഞ്ഞത് പറയും. അപ്പൊ പറഞ്ഞത് ആരെ കുറിച്ചെന്നറിയാം? എൽക്കന്ന. ശ്രദ്ധിച്ചു കേട്ടോ, എൽക്കന്ന ഒന്ന് പറഞ്ഞേ. എൽക്കന്ന, എൽക്കന്ന. അവർ രണ്ട് ഭാര്യമാരുടെ പേരാണ് പെനിന്ന, പറഞ്ഞേ, ഹന്ന. ഓക്കെ, ഇത്രയ്ക്കും എല്ലാവർക്കും കിട്ടി. ഈ കുടുംബത്തില് ഇവരുടെ പ്രത്യേകത, രണ്ട് ഭാര്യമാരിൽ പെനിന്നായ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, ഹന്നായ്ക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ പഴയ നിയമത്തില് നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രായേൽ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, വർഷത്തില് അവർ ആണ്ടുതോറും ഒരു ദിവസം അവരെ പ്രാർത്ഥിക്കുവാനായിട്ട്, ആരാധിക്കുവാനായിട്ട് എവിടെയാണോ വാഗ്ദാന പേടകമുള്ളത് അവിടേക്ക് പോയിരുന്നു എന്നുള്ളതാണ്. നമ്മള് പഴയ നിയമത്തിൽ ഈ സാമൂഹ്യ പ്രവാചകന്റെ 1-ാം അധ്യായം, സാമൂഹ്യ പുസ്തകത്തിൽ 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവര് കുടുംബം മുഴുവൻ, മക്കളെല്ലാവരും ചേർന്ന്, ഭാര്യ, ഈ ഭർത്താവും ഈ മക്കളൊക്കെ ചേർന്ന് അവർ ആരാധിക്കാനായിട്ട് പോവുകയാണ്. അത് ഷീലോ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതായത് ഇവരുടെ പട്ടണം എന്ന് പറയുന്നത് റാമ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ ജനിച്ചതെങ്കിൽ റാമായിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരെയാണ് ജെറുസലേം. അതുപോലെ തന്നെ റാമായിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരെയാണ് ഈ ഷീലോ എന്ന് പറയുന്നത്. ഷീലോ എന്ന സ്ഥലത്തേക്ക് പോകുവാനുള്ള ഒരു കാരണം പറഞ്ഞു വെക്കുന്ന പ്രകാരമാണ്. അവിടെയാണ് വാഗ്ദാന പേടകം സ്ഥിതി ചെയ്യുന്നത്. എന്താണ് വാഗ്ദാന പേടകം? അറിയോ? ഇന്ന് ചിരിക്കുന്നുണ്ട് പറയും. എന്താണ് വാഗ്ദാന പേടകം? എന്ത്? ഒന്ന് കൈയടിച്ചെല്ലാവരും. ഈ വാഗ്ദാന പേടകത്തിൽ ഷീലോയിലേക്ക് ഇവര് പോവുകയാണ് പ്രാർത്ഥിക്കാൻ. ഒന്നാമത് തന്നെ ഇവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഒരു ഭർത്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥിക്കാനായിട്ട് കുടുംബത്തോടൊപ്പം പോകുക എന്നുള്ളത്. നമ്മളൊക്കെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും ചിന്തിക്കുന്നതാണ്. നമ്മുടെ മക്കളെയും എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ, എന്റെ കുടുംബത്തിൽ കുമ്പസാരം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയമായ അഭിഷേകത്തിലൂടെ എന്റെ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ, അത്
എന്റെ കുടുംബത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് മാറും എന്നുള്ളതാണ്. ഈ കുടുംബത്തിന്റെ കുടുംബനാഥൻ എന്ന് പറയുന്നത് ആ കുടുംബത്തെ ആത്മീയമായി ദൈവത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയായി മാറണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ട കുടുംബനാഥന്മാരെ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്റെ കുടുംബത്തെ ആത്മീയമായിട്ട് എനിക്ക് നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ കുടുംബത്തിലെ മക്കളുടെ വിശ്വാസ ജീവിതത്തെ എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ ജീവിത പങ്കാളിയുടെ ഒരു കുടുംബനാഥന്റെ ഏറ്റവും വലിയ കർത്തവ്യമാണ് സാമുവേൽ പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ആ കുടുംബം മുഴുവനും ഒത്തുചേർന്ന് ഒരുമിപ്പിച്ച് അവരെ വാഗ്ദാന പേടകം ഇരിക്കുന്ന പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ആ കുടുംബത്തെ ആരാധിക്കുവാനും ബലിയർപ്പിക്കുവാനുമായി കൊണ്ടുപോയി എന്നുള്ളത്. അങ്ങനെ ഇവര് ഈ വാഗ്ദാന പേടകത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ ഈ വചനത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഹന്ന മക്കളില്ലാതിരുന്ന ഒരു സ്ത്രീയാണ് ഹന്ന. ഈ പെനിന്ന പലപ്പോഴും ഈ ഹന്നായെ പോകുന്ന യാത്രയിൽ പ്രകോപിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് വചനത്തിൽ വായിച്ചു കേൾക്കാൻ സാധിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. പലപ്പോഴും നമ്മുടെ കാലഘട്ടത്തില് ഇതുപോലെയുള്ള പലതരത്തിലുള്ള വേദനകളൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരാണ്. പലപ്പോഴും ഒന്ന് ചിന്തിച്ചാൽ അറിയാം, പലപ്പോഴും മക്കളില്ലാത്ത കുടുംബത്തെ പലപ്പോഴും നമ്മൾ എത്രയോ മോശമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എത്രയോ തവണ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മക്കളില്ലാത്ത കുടുംബത്തോട് എത്രയോ അപമര്യാദയായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നല്ലതാണ്. പലപ്പോഴൊക്കെ കുടുംബത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ഒരുപക്ഷെ കുടുംബത്തിൽ മക്കളില്ലാത്ത ഈ ദമ്പതിമാരോട് നാം ഒക്കെ എപ്രകാരമാണ് സംസാരിച്ചിട്ടുള്ളത് എന്നൊന്ന് ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്ന അർത്ഥവത്തായ കാര്യമാണ്. നമ്മളൊക്കെ കുറവുകളെ മാത്രം കണ്ടെത്തുന്നവരാണ്, കുറവുകളിൽ മാത്രം ശ്രദ്ധിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ ഈ മക്കളില്ലാത്ത ദമ്പതിമാരെ പലപ്പോഴും നമ്മൾ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ. ഒരുപക്ഷെ അമ്മായിയമ്മ, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു അമ്മച്ചി എന്റെ അടുത്ത് വന്ന് പറഞ്ഞാണ്, മക്കളൊന്നുമില്ല. അമ്മച്ചിയുടെ ജീവിതത്തില് ആ അമ്മ കയറി ചെന്നിടാം അമ്മായിയമ്മയിൽ നിന്ന് എത്രയോ വേദന സഹിച്ചു. മക്കളില്ലാത്തവരെന്ന് തന്നെ വളരെ മോശമായിട്ടുള്ള വാക്കൊക്കെ പലപ്പോഴും ഉപയോഗിച്ചു. ഒന്ന് ചിന്തിച്ചു വെക്കട്ടെ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന സാഹചര്യത്തില് ഈ മക്കളില്ലാത്ത ഒരു അവസ്ഥ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 3 പേര് 3-ൽ കൂടുതലും മക്കളൊക്കെ ഉള്ള കുടുംബങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് കൈവക്കാൻ പറ്റുമോ? മാതാപിതാക്കളുണ്ടെങ്കിൽ 3-ൽ കൂടുതലും എന്തോരം പേര് അല്ലെ? കളിക്കാൻ ബാറ്റ് ചെയ്യുന്ന ഒരാള്, കീപ്പ് ചെയ്യുന്ന ഒരാള്, ബോർഡ് ചെയ്യുന്ന ഒരാള്. എത്രയോ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുടുംബത്തിലൊക്കെ മക്കൾ ഉണ്ടാകുക എന്നുള്ളത്. ഞാൻ എന്റെ ചേട്ടൻ കല്യാണം കഴിഞ്ഞ് ഞാൻ ചേട്ടനോട് പറഞ്ഞൊരു കാര്യമാണ്. ആകെ 14 സെന്റ് ഉള്ളൂ, പിന്നെ കാടാണ് മൊത്തം. കാട് മൊത്തം നമ്മുടെ നാടാണല്ലോ. ഞാൻ ചേട്ടനോട് പറഞ്ഞൊരു കാര്യമാണ്, 5 മക്കള് ഉണ്ടായാൽ ഞാൻ ഈ സ്ഥലം മുഴുവൻ ചേട്ടന് തരാം എന്ന് പറഞ്ഞതാണ്. ഇത് ചേട്ടനതൊക്കെ മറന്നുപോയിട്ടുണ്ടാകും. ചേട്ടന് 2 മക്കളാണുള്ളത്. ഞാൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞൊരു കാര്യമാണ്, ചേട്ടൻ 5 മക്കളുണ്ടാവുകയാണെങ്കിൽ ഞാൻ ഈ സ്ഥലം മുഴുവൻ, സ്ഥലമൊന്നുമില്ല എന്നാലും ഒരു സ്നേഹം കൊണ്ട് പറഞ്ഞാണ്, മുഴുവൻ ചേട്ടന് തന്നെ. നമ്മുടെ കുടുംബത്തിലൊക്കെ മക്കൾ കൂടുതലുണ്ടാകുന്ന ഭാഗ്യമാണ്. പലപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കാം, മക്കളില്ലാത്തവരെ നമ്മൾ എപ്രകാരമാണ് കണ്ടത്. ഒന്ന് കണ്ണുകളടയ്ക്കാൻ നമുക്ക് നിമിഷം, ഒന്ന് കണ്ണുകളൊക്കെ അടയ്ക്കാം, ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക്. നമ്മുടെ ഇടവകയിൽ മക്കളില്ലാത്ത ദമ്പതിമാരുണ്ടെങ്കിൽ ഈശോയുടെ ജീവിതത്തെ സ്പർശിക്കണമെന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എത്രയോ വേദനകളാണ് അവരൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ചുറ്റുപാടും ബന്ധുമിത്രാദികളായിരിക്കാം, കുടുംബത്തിലുള്ളവരായിരിക്കാം. പലപ്പോഴും പലതരത്തിലുള്ള കുത്തുവാക്കുകളും വേദനാജനകമായ നോട്ടവും പെരുമാറ്റവും ഒക്കെ കാരണം ഒത്തിരി വേദനിച്ചിട്ടുണ്ടാകാം അവരൊക്കെ. ഈശോയെ, നമ്മുടെ ഇടവകയിൽ മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും ഈ ആൾക്കാരിൽ ഞങ്ങൾ ചേർത്ത് വെക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഈശോയെ മക്കളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം ഒന്ന് മൗനമായി ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി അവർക്കൊക്കെ വേണ്ടി ഒരുപക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട, നമുക്ക് അടുത്തറിയാവുന്നവരായിരിക്കാം, അവരൊക്കെ ഒന്ന് സമർപ്പിച്ച് പ്രത്യേകം ഈ നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപരമായ ഒരു വാഗ്ദാന പേടകത്തിലേക്ക് ഒരു യാത്ര ചെയ്യുകയാണ്. ഈ കുത്തുവാക്കുകളും വേദനാജനകമായ പെരുമാറ്റവും കൊണ്ട് ഈ ഹന്ന വചനത്തിൽ പറഞ്ഞു വയ്ക്കുന്ന ഇപ്രകാരമാണ്. അവള് വളരെ വേദനിച്ച് കരഞ്ഞ് ഭക്ഷണം പോലും കഴിച്ചില്ല എന്നാണ് വചനത്തിൽ പറഞ്ഞു വെക്കുക. സ്നേഹമാണെപ്പോഴാണ് ഈ ഭർത്താവ് ഈ ഭാര്യയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നത്.
ഇപ്രകാരമാണ് വളരെ മനോഹരമായ, വളരെ എന്താ പറയാ, അത്രയും മാധുര്യമുള്ള ഒരു വാക്കാണ് ഈ ഭർത്താവ് ഈ ഭാര്യയോട് പറഞ്ഞത്. ഞാൻ നിനക്ക് 10 പുത്രന്മാരിൽ ഉപരിയല്ലേ എന്നുള്ളതാണ് ഭർത്താവ് പറഞ്ഞു വെക്കുന്നത്. ഒരു കുടുംബത്തിന്റെ ഭാര്യ വേദനിക്കുമ്പോൾ, ഒരു ഭർത്താവ് വേദനിക്കുമ്പോൾ, മക്കൾ വേദനിക്കുമ്പോൾ സ്നേഹത്തിന്റെ, ആശ്വാസത്തിന്റെ സാമീപ്യമായി കടന്നു വരാൻ സാധിച്ചാല് നമ്മുടെ ജീവിതം ധന്യമാണ്. ഈ ഭാര്യ വേദനിച്ചു എന്ന് കണ്ടപ്പോൾ ഭർത്താവ് വളരെ സ്നേഹത്തോടെ, ഏറ്റവും വലിയൊരു വേദനയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച്, അവൾ വിവാഹിതയായി മക്കളില്ലാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും വേദനിക്കുന്ന ഒരു കാര്യമാണ്. ഈ സന്ദർഭത്തില് തന്റെ ജീവിത പങ്കാളി തന്റെ അരികിലേക്ക് കടന്നു വന്ന് സ്വാതന്ത്ര്യത്തിന്റെ വാക്കുകൾ പറയുകയാണ്. സ്നേഹമുള്ളവരൊക്കെ ചിന്തിക്കുന്നുള്ളതാണ്. നമ്മുടെ ഭാര്യ വേദനിക്കുമ്പോൾ നല്ല വാക്ക് ഞാൻ പറയാറുണ്ട്. എന്റെ ഭർത്താവ് വേദനിക്കുമ്പോൾ നല്ല വാക്ക് എനിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ കുടുംബത്തിലേക്ക് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കടന്നു വരുമ്പോൾ, ഒരുപക്ഷെ അടുക്കളപ്പണി മാത്രം ചെയ്ത് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഭാര്യകൾ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ച് ആ ഭാര്യയോട് സ്നേഹത്തിന്റെ നല്ല വാക്ക് എനിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ മക്കൾ വേദനിക്കുമ്പോൾ, ഒരുപക്ഷെ അവർ പഠിക്കാൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ നല്ലൊരു സ്വാതന്ത്ര്യത്തിന്റെ വാക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. അതിനുശേഷം ഇവര് ഈ വാഗ്ദാന പേടകത്തിലേക്ക് ചെന്നെത്തുകയാണ്. ഈ ഹന്ന പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട് വാഗ്ദാന പേടകത്തിന്റെ മുൻപിൽ ആയിരിക്കുമ്പോൾ അവിടെ ഏലി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അവിടെ ഉണ്ട്. ഈ ഹന്ന പ്രത്യേകമായിട്ട് അവൾ പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം. അവരുടെ ഏറ്റവും വലിയ നിയോഗമാണ് മക്കളില്ലാതിരുന്ന ഒരു നിയോഗം. മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ഈ ഇത്രയും ദൂരം ഈ വാഗ്ദാന പേടകത്തിൽ വന്ന് ഈ വാഗ്ദാന പേടകത്തിന് ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്. നേർച്ചയെ കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത്. വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളതാണ്. നമുക്ക് ആ വചനം ഒന്നച്ച പറയാം. എല്ലാവരും ആ വചനം ഒന്ന് ഉരുവിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സൈന്യങ്ങളുടെ കർത്താവേ, നമുക്കൊന്ന് ചൊല്ലാം. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. സ്നേഹമുള്ളവരെ, വളരെ മനോഹരമായ ഒരു അമ്മയുടെ നെടുവെപ്പിന്റെ പ്രാർത്ഥനയാണ്. എനിക്കൊരു മകനെ ലഭിച്ചാൽ എന്റെ ദൈവത്തിന് ഞാൻ പ്രതിഷ്ഠിക്കുമെന്ന് ഒരു അമ്മ പറഞ്ഞാൽ ദൈവം എങ്ങനെ മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റും? ദൈവത്തിന് എങ്ങനെ മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റും? അത് ചിന്തിക്കാൻ നല്ലതാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ പലപ്പോഴും നമ്മളൊക്കെ പള്ളിയിൽ വന്ന് മെഴുകുതിരി കത്തിക്കുന്നുണ്ടാകാൻ നമ്മുടെ നിയോഗങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ സഹനങ്ങളിലൂടെ, സമർപ്പണത്തിലൂടെ പ്രാർത്ഥന കടന്നുപോയാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പഴയ നിയമത്തിൽ വളരെ മനോഹരമായ അബ്രാഹത്തിന്റെ ജീവിതമൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. സാറായുടെ ജീവിതം, മക്കളില്ലാതെ 90 വയസ്സ് വരെ കടന്നുപോയ കുടുംബത്തിന് ദൈവം മക്കളെ നൽകുന്നുണ്ട്. ഇസഹാക്ക് എന്ന് പറയുന്ന മകന് ദൈവം നൽകുന്നുണ്ട്. ഇതിനുശേഷം ഈ ഹന്നാക്ക് ദൈവം ഒരു മകനെ നൽകുകയാണ്. ആ മകന്റെ പേര് ഇപ്രകാരമാണ്, സാമുവേൽ. എന്നാണ്. അതിനർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ. സാമുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ഇപ്രകാരമാണ്, ദൈവത്തിനോട് ചോദിച്ചു വാങ്ങി ദൈവത്തിന്റെ മകൻ. ദൈവമാണ്, അതാണ് ആ സാമുവേൽ എന്ന വാക്കിനർത്ഥം. എന്ന് പറഞ്ഞാൽ അത് പേര് എന്നാണ്, ദൈവത്തിന്റെ നാമം. ദൈവം, ദൈവത്തിന്റെ നാമം എന്നാണ് സാമുവേൽ എന്ന വാക്കിന്റെ പേര് അർത്ഥം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ്. പലപ്പോഴും നമ്മൾ ഒത്തിരി നിരാശകളിലൂടെയൊക്കെ വേദനകളിലൂടെയൊക്കെ കടന്നു പോയവരാണ് നമ്മളെല്ലാവരും. പലപ്പോഴും മക്കളില്ലാതെ ജീവിക്കുന്ന കുടുംബത്തിന്റെ വേദന നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അച്ഛൻ 3 വർഷം കഴിയാനായപ്പോൾ പള്ളിപണിക്കൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി സഹായിച്ച ആ വ്യക്തിയാണ്. ആ യുവാവ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ദൈവം നൽകി. 3-ാമത്തെ വർഷം ആ കുടുംബത്തിന് ദൈവം ഒരു കുഞ്ഞിനെ നൽകി.
എന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ചു. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചിലപ്പോൾ ഉത്തരം കിട്ടാത്ത പല നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ നമുക്കുണ്ടാകും. ഒരുപക്ഷെ കണ്ടമാനം നമ്മൾ വർഷങ്ങളോളം പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയ നിമിഷങ്ങളുണ്ടാകും. എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും എന്റെ ദൈവത്തെ മറക്കാതെ ദൈവത്തോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ഇപ്രകാരം തന്നെ സാമൂഹ്യ എന്ന പേര് കൊടുത്തു, അതായത് ദൈവത്തിന്റെ നാമം. നമുക്കൊക്കെ മക്കളെ ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളൊന്നും അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ ഒരു പുരുഷനും സ്ത്രീയും മാത്രം ചിന്തിച്ചാൽ പോലെ ദൈവം ചിന്തിക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ മക്കളുണ്ടാകുന്നത്. പലപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ഒരു വലിയ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ലഭിച്ച ഓരോ കുഞ്ഞും ദൈവത്തിന്റെ മക്കളാണെന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയില്ല. പലപ്പോഴും നമ്മളൊക്കെ പലതരത്തിലുള്ള തെറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ അവരൊക്കെ എങ്ങനെ ഈ തെറ്റിൽ പെടാതെ ജീവിക്കും. എന്റെ കുടുംബത്തിലെ ഒരു അപ്പനും അമ്മയും ഞാൻ ആയി ജീവിക്കുമ്പോൾ വിശ്വാസത്തെ നല്ല രീതിയിൽ പകർന്നു കൊടുക്കുവാൻ സാധിച്ചാൽ ദൈവത്തിന്റെ നാമത്തിലുള്ള അനേകം മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സാക്ഷ്യത്തിനുള്ള സമയമാണ്. അതിനുശേഷം നമ്മൾ ആരാധനയിൽ വിളിച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മുറിവുകൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വേദനാജനകമായ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ചിലപ്പോ ജീവിത പങ്കാളിയിൽ നിന്നായിരിക്കാം, മാതാപിതാക്കളിൽ നിന്നായിരിക്കാം, മക്കളിൽ നിന്നൊക്കെ ആയിരിക്കാം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ മുറിവുകളെ ശുശ്രൂഷിക്കുന്ന വളർത്തുന്ന ഒരു കുറച്ച് സമയം നമ്മൾ ആരാധന നമ്മൾ വിളിച്ചു വെച്ച് നമ്മുടെ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കും. അതിനുമുമ്പ് നമുക്ക് സാക്ഷ്യത്തിനായിട്ട് കടന്നു വരാൻ ഞാനൊരു കൊച്ചു സാക്ഷ്യം ഞാൻ തന്നെ പറയാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയപ്പോ എന്റെ മമ്മി നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി വെളിപാടുകൾ കിട്ടുന്ന ഒരു വ്യക്തിയാണ്. കുറെ മാസങ്ങൾക്ക് മുമ്പ് മമ്മിക്ക് തിരുഹൃദയത്തിന്റെ ഒരു രൂപം മനസ്സിൽ കണ്ടു എന്നുള്ളതാണ് എന്റെ അമ്മ പറഞ്ഞത്. ഒത്തിരി കാര്യങ്ങളുണ്ട്, അനുഭവങ്ങൾ, അതൊക്കെ ഞാൻ പിന്നീടൊക്കെ ഞാൻ പറയാം. പിതാവിന്റെ അടുത്ത് മുമ്പ് പറഞ്ഞിരുന്നു. ഒരു ശേരിയെ കുറിച്ചാണ് ഞാൻ കേട്ടത്. ഒരു പട്ടത്തിന് വന്നപ്പോൾ, എന്റെ ഇടവകയിൽ ഒരു പട്ടത്തിന് വന്നപ്പോൾ ഒരു ശേരിയെ കുറിച്ച് എന്റെ അടുത്ത് പറഞ്ഞു. ഞാനത് നമ്മുടെ ഇടവകയിലെ, നമ്മുടെ രൂപതയിലെ തേശ്ശേരി എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടത്. ഒരു ശേരി മാത്രമാണ് ഞാൻ ചെവിക്ക് കേട്ടത്. ഞാൻ പിതാവിനോട് ചോദിച്ചു, ഏത് ശേരിയാണ്? പിതാവ് പറഞ്ഞില്ല. ഈ കടുപ്പശ്ശേരിയിൽ മാറ്റമില്ല എന്നുള്ളത് എന്തായാലും എല്ലാവർക്കും അച്ഛന്മാർക്ക് അറിയാം. പിന്നെ തുമ്പശ്ശേരിയും തേശ്ശേരിയാണോ? തേശ്ശേരിയില്ല. തുമ്പശ്ശേരിക്ക് വേണ്ടിയിട്ട് നിയോഗിച്ച വ്യക്തിയാണെന്നുള്ള രീതിയിലാണ് മാറ്റത്തിന്റെ സമയത്തൊക്കെ ഇരുന്നത്. പിന്നീടാണ് മനസ്സിലായത് കടുപ്പശ്ശേരിയിൽ മാറ്റം ഉണ്ട് എന്നുള്ളത് എന്റെ ലെറ്റർ കിട്ടിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ അമ്മ നേരത്തെ മാസങ്ങൾക്ക് മുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ അറിയാം, മാറ്റമുണ്ടെന്നറിയാം. തിരുഹൃദയത്തിന്റെ രൂപം മമ്മി കണ്ടു എന്നുള്ളതാണ്. അത് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്റെ അമ്മ എന്തെങ്കിലും ഇവിടെ വരാനെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോ. അമ്മ പറയും, കുറെ നാളുകളായിട്ട് തിരുഹൃദയത്തിന്റെ രൂപം എന്റെ അമ്മ കണ്ടു എന്നുള്ളതാണ്. അത് വലിയ സന്തോഷമാണ്. ഈ തിരുഹൃദയത്തിന്റെ അടുക്കിലേക്കാണ് വരുന്നത് എന്നുള്ള വലിയ ഭാഗ്യം, അതും വലിയ ഭാഗ്യമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ വളർത്തി പരിപാലിക്കുന്ന, എത്ര തെറ്റ് ചെയ്താലും മാറോട് ചേർത്തണിക്കുന്ന ഈശോയുടെ സ്നേഹത്തിന് മുമ്പിലാണ് നാം എല്ലാവരും. ഈശോയെ, എന്നെ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിരിക്കാൻ എന്റെ ഈശോയുടെ സന്നിധിയിലാണ് നമ്മളായിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴൊക്കെ നമ്മുടെ വാക്കുകൊണ്ട് എത്രയോ പേര് നമ്മൾ മുൻപെടുത്തിയിട്ടുണ്ടാകുക. ഒന്ന് ചിന്തിച്ചു നോക്കാം.
ആ വ്യക്തി എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകാം. പലപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുള്ള പല സന്ദർഭങ്ങളുണ്ടായിട്ടാണ് പലപ്പോഴൊക്കെ നമ്മളത് ഓർത്ത് വയ്ക്കുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരുപക്ഷെ ജീവിത പങ്കാളിയോടാകാം, മക്കളോടാകാം, വേദനിപ്പിക്കുന്ന ഒരു വാക്ക് അവരോട് പറയുമ്പോൾ എത്രയോ കരഞ്ഞു കാണും അവരൊക്കെ. ഒരുപക്ഷെ അങ്ങനെ നിരാശപ്പെട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ ജീവിതം വരെ അവസാനിപ്പിക്കാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം. നമ്മുടെ വാക്കുകൊണ്ട് എത്രയോ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും വേദനിക്കപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അധികാരികളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, മക്കളായിരിക്കാം. നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടോ, കളിയാക്കിയിട്ടുണ്ടോ, പരിഹസിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ മക്കളോടൊക്കെ നമ്മൾ ഒരിക്കലും നീ ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞു കാണും. ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരുപക്ഷെ ജീവിത പങ്കാളി എന്തെങ്കിലും തരത്തിൽ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിഷമം, വേദന, നിരാശ എന്റെ ഉള്ളിലുണ്ട്. എല്ലാ മുറിവുകളെയും നമുക്ക് സമർപ്പിക്കാം. ഞാൻ പറഞ്ഞതും എനിക്കായുധമായ എല്ലാ മുറിവുകളെയും ഒരുപക്ഷെ ഞാൻ നല്ലതായിരിക്കാം ചെയ്തത്. എന്റെ ജീവിത പങ്കാളി അത് തിരിച്ചറിയാതെ പോയ നിമിഷങ്ങളൊക്കെ ഉണ്ടാകാം. മക്കളായ ഞാൻ കുറെ കഷ്ടപ്പെട്ടു, കുറെ അധ്വാനിച്ചു, എന്നെ തിരിച്ചറിഞ്ഞില്ല. എത്രയോ വേദനാജനകമായ നിമിഷങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നുപോയിട്ടുള്ളത്. എന്റെ വാക്ക് ഈശോയെ, വിധികാരുടെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഈശോയെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞാൻ ആരെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈശോയോട് കൊടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ എന്റെ വാക്ക്, എന്റെ മോശമായ സംസാരം വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്. സാമുവേൽ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്ന വളരെ മനോഹരമായ ഒരു വചനമാണ്. മനുഷ്യനെതിരായി തെറ്റ് ചെയ്താൽ ദൈവം നിന്നോട് ക്ഷമിക്കും. മനുഷ്യനെതിരായി തെറ്റ് ചെയ്താൽ ദൈവം നിന്നോട് ക്ഷമിക്കും. എന്നാൽ ദൈവത്തിനെതിരായി തെറ്റ് ചെയ്താൽ ആരും നിന്നോട് ക്ഷമിക്കും. മനുഷ്യനെതിരായി തെറ്റ് ചെയ്താൽ ദൈവം നിന്നോട് ക്ഷമിക്കും. എന്നാൽ ദൈവത്തിനെതിരായി ഞാൻ തെറ്റ് ചെയ്താൽ ആരും എന്നോട് ക്ഷമിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്റെ മാതാപിതാക്കൾ ഈ ഭൂമിയിലെ ദൈവമാണ്. എന്റെ ഇടവകയിലെ ഓരോ പുരോഹിതരും ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. പ്രിയമുള്ളവരൊന്ന് ചിന്തിച്ചു നോക്കാം. എന്റെ പുരോഹിതനെതിരെ, എന്റെ മാതാപിതാക്കൾക്കെതിരെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈ ഭൂമിയിൽ കാണപ്പെട്ട ദൈവങ്ങളാണ്. ഒരു പുരോഹിതൻ ഈശോയുടെ പ്രതിപുരുഷനാണ്. ഒരുപക്ഷെ കുറവുകളും പോരായ്മകളും ബലഹീനതകളൊക്കെ ഉണ്ടാകും. ആ പുരോഹിതന് വേണ്ടി കരങ്ങൾ വിരിച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കുറവുകളുമാണെങ്കിൽ കുറ്റപ്പെടുത്താനാണോ ഞാൻ ചെയ്യുന്നത്? വചനപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുക. മനുഷ്യനെതിരായ പാപം ചെയ്താൽ ദൈവം എന്നോട് പൊറുക്കും. എന്നാൽ ദൈവത്തിനെതിരായി നീ തെറ്റു ചെയ്താൽ, പാപം ചെയ്താൽ ആരും എന്നോട് പൊറുക്കും. ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിലെ ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ എന്റെ വാക്കോ എന്റെ നോട്ടം തെറ്റായിട്ടുണ്ടെങ്കിൽ ഈശോയോട് പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമുക്ക് നാളുടെ കൊണ്ടുവെക്കാം. കരങ്ങൾ തൂക്കാം. പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിക്കുകയാണ്. ഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ തളിക്കുകയാണ്. നിങ്ങളുടെ മുറിവുകളെല്ലാം, നമ്മുടെ വേദനകളെല്ലാം, അസ്വസ്ഥതകളും നിരാശകളും, നമ്മുടെ ജീവിതത്തിലെ പഴയകാല വൈരാഗ്യങ്ങൾ, വിദ്വേഷം എല്ലാം മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവരും കൊണ്ടുവന്നു ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോ നമുക്ക് സ്തുതിക്കാൻ. ഈശോയെ സ്തുതി. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഉറക്കി സ്തുതിച്ചിട്ടാണ് ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ.
ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ഈ നിമിഷം ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നു. യേശുവേ ഞങ്ങളുടെ മുറിവുകളെല്ലാം ഉണക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പഴയകാല വൈരാഗ്യങ്ങൾ, വിദ്വേഷങ്ങൾ, പകകൾ എല്ലാം ഈശോയെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മനസ്സിന്റെ മുറിവ് ഉണർത്തി വിശുദ്ധിയുള്ള മനസ്സാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കട്ടെ. യേശുവേ ഹല്ലേലൂയ. 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 ഉറക്കെ സ്തുതിക്കാം നമുക്ക്. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 യേശുവേ യേശുവേ ഈ നിമിഷം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ ചേർത്ത് പിടിക്കാം. നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈ നിമിഷം കണ്ണാൻ വെള്ളം കൊണ്ട് നിങ്ങളെ കഴിക്കുകയാണ്. നമ്മുടെ ഉള്ളില് ദേഷ്യമുള്ള ഒത്തിരി പേരുണ്ടാകും. നമ്മുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് വേദനിപ്പിച്ചവരൊക്കെ ആയിരിക്കാം. അവരൊക്കെ മനസ്സിലാക്കാം, ഈശോയെ എന്ന വ്യക്തിയോട് എനിക്ക് ദേഷ്യമുണ്ട്, ഈശോയെ മാറ്റിത്തരണം. എന്റെ ജീവിത പങ്കാളിയോട് എനിക്ക് പലതവണ ദേഷ്യവും നിരാശയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ജീവിത പങ്കാളി, എന്റെ മക്കൾ പറ്റുന്നില്ല. ഈശോയെ ഈ നിമിഷം ഉള്ളിലേക്ക് കരങ്ങളിലേക്ക് എന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ എന്റെ ഹൃദയത്തിൽ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ എന്റെ കുടുംബത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ജീവിതത്തെ, എന്റെ മനസ്സിനെ, എന്റെ എല്ലാ ചിന്തകളെയും വിശുദ്ധീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ കരങ്ങൾ കൂപ്പി ഉള്ളുരുകി ഒന്ന് ശിരസ് കുനിച്ച് പ്രാർത്ഥനാപൂർവ്വമായിരിക്കും. എന്റെ ഉള്ളില് വൈരാഗ്യ, വിദ്വേഷം, ഒരുപക്ഷെ ബന്ധുമിത്രാദികളോടായിരിക്കാം, കുടുംബത്തിലുള്ളവരോടായിരിക്കാം, അയൽവക്കങ്ങളോടായിരിക്കാം, സുഹൃത്തുക്കളോടായിരിക്കാം. ഈശോയുടെ എല്ലാ വിദ്വേഷത്തിന്റെയും കടങ്ങളെ പാപങ്ങളെല്ലാം ശുദ്ധീകരിക്കണം. ഈശോയെ എന്റെ മുറിവുകളെല്ലാം നിന്റെ തിരുരക്തത്താൽ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കടങ്ങൾ കൂപ്പി തന്നെയായിരിക്കാം. നമ്മൾ കേട്ട വചനത്തില്, സാമുവേൽ പുസ്തകത്തിൽ ഹന്ന ഒരു വാക്ക് പോലും ദേഷ്യത്തോടെ സംസാരിക്കുന്നില്ല. ഒരുപക്ഷെ തന്റെ കുടുംബത്തിലുള്ളവരൊക്കെ കളിയാക്കിയിട്ട് പോലും, പലതവണ പ്രകോപിച്ചിട്ട് പോലും വചനത്തില് ഹന്ന എതിർത്ത് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു സ്ത്രീയുടെ വിശുദ്ധിയാണ് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കുക. ഒരു മനുഷ്യന്റെ വിശുദ്ധിയാണ് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പുരുഷനായാലും സ്ത്രീയായാലും വചനം നമ്മോട് പറയുന്നത് പ്രകാരമാണ്. ഒരു പക്ഷേ ചുറ്റുപാടുകളൊക്കെ പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കാം. അതിലെല്ലാം നീ ശ്രദ്ധ വയ്ക്കേണ്ടത് നിന്റെ നിയോഗമായി നിന്നെ സൃഷ്ടിച്ച, നിന്നെ പരിപാലിക്കുന്ന, നീ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഈശോയുടെ അരികിലേക്കാണ് കടന്നു ചെല്ലേണ്ടത്. അതാണ് സാമുവേൽ പുസ്തകത്തില് പറഞ്ഞിരിക്കുന്നത്. എത്ര വേദനയുണ്ടായാലും വേദനകളെ നോക്കാതെ ദൈവത്തെ നോക്കാൻ, എത്ര കഷ്ടപ്പാടുണ്ടായാലും ആരൊക്കെ പരിഹസിച്ചാലും എന്റെ ഈശോയിലേക്ക് മാത്രം നോക്കാൻ, ഞാൻ വിളിച്ചാൽ എനിക്ക് ഉത്തരം എന്റെ ദൈവം തരുമെന്ന ബോധ്യം ആ സ്ത്രീക്കുണ്ടായിരുന്നു, ഹന്നയ്ക്കുണ്ടായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ഹന്നയെ പോലെ നിഷ്കളങ്കമായ ഒരു മനുഷ്യ ജന്മമായി ജനിക്കുവാനായിട്ട് ആരൊക്കെ വേദനിപ്പിച്ചാലും, ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും വേദനയില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഇപ്രകാരമാണ് വചനത്തിൽ പറയുന്നത്. അവൾ ഹൃദയം കൊണ്ട് ഈശോയെ, ദൈവത്തെ നോക്കി സംസാരിച്ചു. അവളുടെ ചുണ്ടുകൾ അനുമുഖ മാത്രം ചെയ്യും. ഹൃദയം കൊണ്ടാണ് ഈശോയോട്, ദൈവത്തോട് അവൾ സംസാരിച്ചത്. ഈ ആരാധനയുടെ സമാപന നിമിഷത്തിലേക്ക് നമ്മൾ ഒരുങ്ങിയ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് വരുന്ന നമുക്കെല്ലാവർക്കും മുൻകൂട്ടി കൈകൂട്ടി തന്നെ ആയിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ക്ഷമിക്കാൻ, അവരൊക്കെ സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാനൊരു പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മറ്റൊരു നീ മോചനമേകി.
അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും